अस्सलामुअलैकुम वरहमतुल्लाहि वबरकातुहु। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाह वस्सलातु वस्सलामु अला रसूलिल्लाह വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, 107ാമത്തെ ജംഇന്റെ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാരഥന്മാരായ അയിമ്മത്തിനെ കുറിച്ചാണല്ലോ. വനറ അന്ന അബുൽ ഹസനി അലി ഇബ്നു ഇസ്മായിൽ അൽ അശ്അരിയ എന്ന് പറയുന്ന മഹാൻ, വഹുവ ആ മഹാനവറുകള് മിൻ ദുര്രിയ്യത്തി അബീ മൂസൽ അശ്അരി സ്വഹാബിയായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരപ്പെട്ട മഹാനാണ് അബുൽ ഹസൻ അഥവാ അലി ഇബ്നു ഇസ്മായിൽ എന്ന് പറയുന്ന മഹാൻ. ഈ മഹാൻ അവരെ കുറിച്ച് നമ്മൾ കാണുന്നു. ഇമാമും ഫി സുന്നത്തി, വിശ്വാസ സരണിയിലെ അയത്വരീഖത്തിൽ മുഅ്തഖദത്തി, വിശ്വസിക്കപ്പെടാൻ പറ്റുന്ന സരണിയിലെ ഒരു ഇമാമാണ്. ഇങ്ങനെയൊക്കെയാണ് ആയത്തിലും ഹദീസിലും പറഞ്ഞിട്ടുള്ളതെന്നും ഈ രീതിയിലൂടെയാണ് മുൻഗാമികൾ പോയിട്ടുള്ളത് എന്നൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ സരണി വെട്ടിത്തെളിച്ചു തന്ന മഹാനാണ് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അൽ അശ്അരി എന്ന് പറയുന്ന മഹാനവറുകൾ. മുഅ്തസിലി ചിന്താഗതിക്കാരെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ച് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിച്ചെന്ന മഹാൻ. ആ ഒരു സരണിയിൽ വിശ്വസിക്കാൻ പറ്റുന്ന മഹാനാണ് മഹാനവറുകൾ എന്ന്. മുഖദ്ദമും ഫീഹ അല വൈരിഹി, ഈ വിശ്വസിക്കേണ്ട ഈ കാലഘട്ടത്തിൽ ഈ സരണിയിൽ ഏറ്റവും മുന്തിക്കപ്പെടേണ്ടതും ഈ മഹാൻ തന്നെയാണ് മറ്റുള്ളവരെക്കാൾ. ആരെപ്പോലെ? കഅബി മൻസൂർ മാതുരിദി, മറ്റൊരു വിശ്വാസ സരണിയിലെ ഇതേ വിശ്വാസ സരണിയിലെ മറ്റൊരു ഇമാമാണ് അബൂ മൻസൂർ മാതുരിദി. അപ്പൊ ഇന്ന് ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ അഖിലുകാര് സുന്നത്ത് ജമാഅത്തിന്റെ സരണിയിൽ അംഗീകരിക്കുന്ന ഈ രണ്ട് വിഭാഗമാണ് അശ്അരി ത്വരീഖത്ത്, മാതുരിദി ത്വരീഖത്ത്. അവ ഇങ്ങനെയൊക്കെയാണ്. മറ്റുള്ള എല്ലാവരെക്കായും മുന്തിക്കേണ്ട ആള് അബുൽ ഹസൻ അശ്അരി തങ്ങൾ തന്നെയാണ്. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി തങ്ങളെ കുറിച്ച് എന്തൊക്കെയോ അഭിപ്രായങ്ങൾ പറഞ്ഞു പരത്തിയിട്ടുണ്ട്. മഹാനവറുകൾക്ക് അങ്ങനത്തെ ഒരു അഭിപ്രായം ഇല്ലതാനും ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ചമച്ചുണ്ടാക്കിക്കൊണ്ട് മഹാനുടെ മേൽ ആരോപിച്ച് പറഞ്ഞിട്ടുണ്ട്. അത്തരം ആരോപണം നടത്തിയ ആളുകളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുന്നേയില്ല, അത് മൈൻഡേ ചെയ്യുന്നില്ല. വനറ, നമ്മൾ അഭിപ്രായപ്പെടുന്നു, കാണുന്നു, അന്ന ത്വരീഖ ശൈഖ് അബുൽ ഖാസിമിൽ ജുനൈദി സയ്യിദി സൂഫിയ, സൂഫിയാക്കളുടെ നേതാവായിരിക്കുന്ന ബഹുമാനപ്പെട്ട ശൈഖ് അബുൽ ഖാസിമിൽ ജുനൈദി റളിയല്ലാഹു തആല അൻഹുവിന്റെ ത്വരീഖ് വഴി ഇൽമൻ വ അമലൻ, അറിവാലും പ്രവൃത്തിയാലും ആ വഴി, വസഹബിഹി, മഹാനവരുടെ കൂടെ കൂടിയ അവരുടെയൊക്കെ വഴി, ത്വരീഖും മുഖവൻ, നിലവാരമുള്ള അംഗീകരിക്കാൻ പറ്റുന്ന ത്വരീഖത്ത് തന്നെയാണ്. ഫഇന്നഹു ഖാലിം മിനൽ ബിദ്അ, നൂതന വാദങ്ങളെ തൊട്ടൊക്കെ ആ ത്വരീഖ് ഒഴിവായതാണ്. ദാഇറുൻ അല തസ്ലീമി, ഏൽപ്പിക്കലിന്റെ മേലിൽ അത് ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ്. വത്തഫ്വീളി വത്തബർരി മിനൻ നഫ്സി, ശരീരത്തിന്റെ സർവ്വ ഇച്ഛകളെ തൊട്ടും ഒഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് അർപ്പിച്ചുകൊണ്ട് ന്യൂനതകളെ തൊട്ടൊക്കെ രക്ഷപ്പെട്ട് നിൽക്കുന്നതായ ഒരു നല്ല രൂപത്തിൽ ചുറ്റി നിൽക്കുന്ന ഒരു നല്ല ത്വരീഖത്താണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബുൽ ഖാസിം ജുനൈദി തങ്ങളുടെയും അവരുടെ കൂടെ ശിഷ്യന്മാരുടെയും ഒക്കെ വഴികൾ. ഒമിൻ കലാമിഹി, ബഹുമാനപ്പെട്ടവരുടെ സംസാരത്തിൽ പെട്ടതാണ് അത്വരീഖു ഇലല്ലാഹി തആല മസ്ദൂദുൻ അലാ ഖൽഖി ഇല്ലാ അൽ മുഖ്തഫീന ആസാറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിലേക്ക് ചെന്നെത്താൻ പറ്റുന്ന വഴികളൊക്കെ സൃഷ്ടിയുടെ മേൽ അടക്കപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും അത് കിട്ടുകയില്ല. എന്നാൽ അള്ളാഹുവിലേക്ക് ചെന്നെത്താൻ പറ്റുന്ന വഴി കിട്ടും. ആർക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും അവിടുത്തെ തിരുമൊഴികളും അനുസരിച്ച് ജീവിച്ചവർ, അതിനോട് പിൻപറ്റി ജീവിച്ചവരാരോ അവർക്ക് ആ വഴി കിട്ടും, അല്ലാത്തവർക്ക് അത് കിട്ടാൻ പ്രയാസമാണ് എന്ന് മഹാനവറുകൾ ചെല്ലുന്ന വഴിയാണ്. അവ ഇവരൊക്കെ മഹാന്മാര് തന്നെയാണ്, യഥാർത്ഥക്കാരുമാണ്.
വഖാല ബഹുമാനപ്പെട്ടവർ വീണ്ടും പറയുന്നു റഅയ്തു ഫിൽ മനാമി ഞാൻ സ്വപ്നത്തിൽ കണ്ടു അന്നി അത്തകല്ലമു അനന്നാസി ജനങ്ങളുടെ മേൽ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളാട്ടാൻ ഞാൻ സ്വപ്നത്തിൽ കാണുന്നത്. ഫവഖഫ അലയ്യ മലക്കുൻ അങ്ങനെ ഒരു മലക്കഥ എന്റെ മേലെ വന്നു നിൽക്കുന്നു. ഫഖാല അങ്ങനെ മലക്ക് വന്നിട്ട് ചോദിച്ചു മാ അഖ്റബു മാ തഖറബ ബിഹിൽ മുതഖദ്ദിബൂന ഇലല്ലാഹി സുബ്ഹാനഹു വതആല അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ അടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഏത് എന്ന്. അഥവാ മലക്ക് ചോദിച്ചത് മാ അഖ്റബു മാ ഒന്നിൽ വെച്ച് ഏറ്റവും അടുത്തത് ഏതാ, തഖറബി ആ ഒന്നുകൊണ്ട് അടുത്തിരിക്കുന്നു, അൽ മുതഖദ്ദിബൂന അടുക്കുന്നവരെല്ലാവരും ഇലല്ലാഹി സുബ്ഹാനഹു വതആല അള്ളാഹുവിലേക്ക്. അപ്പൊ അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളെല്ലാം അടുത്തിട്ടുണ്ട്. അങ്ങനെ അടുക്കാൻ പറ്റുന്ന വഴിയിൽ വെച്ച് ഏറ്റവും അടുക്കാൻ പറ്റുന്ന കാര്യം ഏതാണ് എന്നാ. ഇങ്ങനെ സ്വപ്നത്തിലുള്ള ഈ ചോദ്യത്തിനുള്ള ഉത്തരം സ്വപ്നത്തിൽ ഞാൻ മറുപടി കൊടുത്തു. ഫഖുൽതു അപ്പൊ ഞാൻ അതിന് കൊടുത്ത മറുപടി അമലുൻ ഖഫിയുൻ ആരാരും കാണാതെ രഹസ്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന അമല്, ബി മീസാനും വഫിയൻ അതുപോലെ തന്നെ ശറഇന്റെ നിധാനം അനുസരിച്ചുകൊണ്ട് അതിനനുസരിച്ചുകൊണ്ട് പരിപൂർണമായി അമൽ ചെയ്ത ആൾ എന്നാണ്. ഇങ്ങനെ ചെയ്യുന്നവരാരോ അവരാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവർ എന്നാണ്. അങ്ങനെ വല്ല ആ മലക്ക് പോയി. ഓഹുവ യഖൂൽ മലക്ക് പറയുന്നുണ്ട് പോകുന്ന അവസരത്തിൽ ആ നിലയിൽ ആ മലക്ക് പോയത്. എന്താ പറയണത്? കലാമും മുവഫഖിൻ വല്ലാഹ് അള്ളാഹുവിനെ തന്നെയാണ് സത്യം. എന്തൊരു നല്ല വാക്ക്, തൗഫീഖ് നല്ല തൗഫീഖ് കിട്ടിയ കലാമാണ് ഈ കലാം എന്നും പറഞ്ഞിട്ടാ പോയത്. അപ്പോ മഹാനവറുകൾ ഉന്നതനാണെന്ന് അറിയിക്കുവാൻ ഇത്ര പോരെ, അതിനാണ് ഇതൊക്കെ കൊടുത്തത്. ഇത്തരം ഇമാമിയുടെ ചരിത്രം നമുക്ക് വേറെ വായിക്കാം ഇൻഷാ അല്ലാഹ്. വലഇത്തിഫാത്ത് ലിമൻ റമാഹും ബി ജുംലത്തി സൂഫിയ്യത്തി ബിസന്ദഖ ഇന്ദ ഖലീഫത്തി സുൽത്താൻ. ഭരണാധിപനായ ഒരാളുണ്ട്, അദ്ദേഹത്തിന് ഖലീഫയുണ്ട്. ആ ഖലീഫയുടെ അടുക്കൽ മൊത്തത്തിൽ സൂഫിയാക്കളെ കൂട്ടത്തില് എല്ലാ അന്നത്തെ പണ്ഡിതന്മാരൊക്കെ സൂഫിയാക്കളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു. ഖലീഫയുടെ അടുത്ത് ചെന്നിട്ട് ഇവരൊക്കെ സിന്ദീഖീങ്ങളാണ്, കാഫിരീങ്ങളാണ്, ഉള്ളിൽ കുഫ്രിത്തരം മറച്ചു വെച്ച് പുറം ഭാഗത്തേക്ക് മുസ്ലിം എന്നൊരു രൂപേണ ജീവിക്കുന്ന കള്ളത്തൊരീക്കത്തുകാരും പിഴച്ച ആളുകളുമാണ് എന്ന് സൂഫിയാക്കളെ കൂട്ടത്തിൽ മൊത്തത്തിൽ ഇത്തരം ആളുകളെ മഹാരഥന്മാരെ ആക്ഷേപിച്ചു പറഞ്ഞവരുണ്ട്. അത്തരം ആക്ഷേപങ്ങളിലേക്കൊന്നും എന്താ തിരിഞ്ഞു നോക്കുന്നില്ലേ, മെയിൻറ്റെയിൽ അവിടെ പറഞ്ഞോട്ടേന്ന്. അങ്ങനെ രാജാവിന്റെ ഖലീഫയുടെ അടുത്ത് ചെന്നിട്ട് ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ എത്രത്തോളം ആ രാജാവ് അത് കേട്ടിട്ട് അമറ രാജാവ് കൽപ്പിച്ചു ബിളർബി അയനാഖിയും അവരുടെ പെരടികൾ വെട്ടണം എന്നതുകൊണ്ട് കൽപ്പിച്ചത്. അങ്ങനെ ഉംസിക്കു അത്തരം സൂഫി നേതാക്കന്മാരൊക്കെ പിടികൂടപ്പെട്ടു. ഇല്ലൽ ജുനൈദ ബഹുമാനപ്പെട്ട ജുനൈദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഒഴികെ മൂപ്പരെ പിടിച്ചില്ല. ഫഇന്നോ തശത്തറ ബിൽ ഫിഖ്ഹി വകാന യുഫ്തി അലാ മദ്ഹബി അബീ സൗർ ശൈഖിഹി. ബഹുമാനപ്പെട്ടവരുടെ ശൈഖാണ് അബൂ സൗർ. അബൂ സൗറിന്റെ മദ്ഹബ് അനുസരിച്ച് ഫത്വ കൊടുക്കുകയും ഫിഖ് നല്ലോണം പഠിച്ച് ജീവിക്കുന്ന ഒരു മഹാനായിരുന്നു, നല്ലോണം അറിയുന്ന ഒരു മഹാനവറുകളായിരുന്നു. അങ്ങനെ ലഹുമുൻ നിതഉ അവർക്ക് നാട എന്തായി വിരിക്കപ്പെട്ടു. അതായത് കൊല്ലാനുള്ളതായിരിക്കുന്ന ഒരു നാട വിരിക്കുക. അങ്ങനെ നാട ഈ പിരിക്കപ്പെടുകയും തഖദ്ദമ അങ്ങനെ വിരിച്ചപ്പോ തഖദ്ദമ മിൻ ആഖിരി ഈ സൂഫിയർ കൂട്ടത്തിൽ ലാസ്റ്റ് വരി നിൽക്കുന്ന ഒരാളുണ്ട്, അബുൽ ഹസൻ നൂരി എന്ന് പറയുന്ന ഒരാൾ. മഹാനവർ മുന്നോട്ട് വന്നു. വരിക്കാൻ നിർത്തിയിക്കല്ലേ, കൊല്ലാൻ വേണ്ടി വരിക്കാൻ നിർത്തിയിക്കുകയാണ്. അങ്ങനെ നിർത്തിയപ്പോൾ ലാസ്റ്റ് വരുന്നത് മഹാനവറുകൾ അബുൽ ഹസൻ നൂരി എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വന്നു. ലിസയ്യാഫി വാള് കയ്യിൽ പിടിച്ച വെട്ടുന്ന വാളുകൊണ്ട് വെട്ടുന്ന ആളുടെ അടുത്തേക്ക് വന്നു. ഫഖാലഹു അങ്ങനെ സയ്യാബ് അബുൽ ഹസൻ നൂരി തങ്ങളോട് ചോദിക്കുകയാണ്, ലിമ തഖദ്ദംത എന്താ അവിടുന്ന് ഇങ്ങോട്ട് ഞങ്ങൾ മുന്നോട്ട് വന്നത് എന്നാ. ഫഖാല അപ്പോൾ ബഹുമാനപ്പെട്ടവരെ കൊടുത്ത മറുപടി ഊസിറു അസ്ഹാബി ഈ കാണുന്നതൊക്കെ എന്റെ കൂട്ടുകാരാണ്, ഇവർ ഞാൻ തെരഞ്ഞെടുത്തു ബി ഹയാത്തിൻ സാഅതൻ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ കൊല്ലുന്ന വെച്ചോളിയും, അവർ അല്പസമയം ഇവർക്ക് ജീവിക്കട്ടെ എന്നതുകൊണ്ട് ഞാൻ തെരഞ്ഞെടുത്തു. അതിനു മുമ്പ് നിങ്ങൾ എന്നെ കൊല്ലുക, ആ കൊല്ലുന്ന സമയം വരെ ജീവിക്കാലോ, അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് വന്നതെന്ന് പറയുമ്പോൾ ഫബുഹിത്ത വാളുകൊണ്ട് വെട്ടാൻ ഒരുങ്ങി നിൽക്കുന്ന ആൾ അന്തം വിട്ടുപോയി. അങ്ങനെ വാൻഹൽ ഖബറ ഈ വിവരണം ഈ സയ്യാഫ് ഖാൻ എത്തിച്ചു കൊടുത്തു ലിൽ ഖലീഫത്തി ഖലീഫയുടെ അടുത്തേക്ക്. ഫറദ്ദഹുമിൽ ഖാലി അങ്ങനെ തീരുമാനം കിട്ടുവാൻ വേണ്ടി അന്നത്തെ ഖാലിയുടെ അടുത്തേക്ക് ഇവരെ മടക്കി വിട്ടു. അങ്ങനെ ഇരിക്കെ ഫസഅലൻ നൂരിയ
ബഹുമാനപ്പെട്ട നൂരി എന്ന് പറയുന്ന മഹാനവറുകളോട് ഖാദിയാർ ചോദിച്ചു. ഭരണാധിപന്റെ കീഴിലുള്ള ഖാദിയാരായിരിക്കും. ആൾ ചിലതും ചോദിച്ചു. അൻ മസാഇല ഫിഖ്ഹിയൻ, കർമ്മശാസ്ത്രപരമായിരിക്കുന്ന ഒരുപാട് മസ്അല അങ്ങ് ചോദിച്ചു. ഫഅജാബഹു അൻഹാ, ആ മസ്അലകൾക്ക് മുഴുവനും ഖാദിയാർക്ക് മുന്നിൽ യാതൊരു സംശയമില്ലാത്ത രൂപത്തിൽ ഖണ്ഡിതമായി കണ്ടീഷനായ മറുപടി നൽകി. തുമ്മഖാൽ, ശേഷം പറഞ്ഞു, അബഅദു, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പറയുന്നു, ഇന്നലില്ലാഹി ഇബാദൻ, നിശ്ചയമായും അള്ളാഹുവിന് അടിയങ്ങളുണ്ട്. ഇദാ ഖാമൂ, അവരെങ്ങാനും നിൽക്കുകയാണ് എങ്കിൽ ഖാമൂ ബില്ലാഹ്, അവർ അള്ളാഹുവിന്റെ സഹായം കൊണ്ടാ നിൽക്കുക, അള്ളയാണ് മുന്നിൽ. വൈദാ നതഖൂ, അവർ സംസാരിക്കാൻ തുടങ്ങിയാൽ നതഖു ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ. ഭൗതിക ലോകത്തുള്ള സംസാരം ഉണ്ടാവില്ല. എല്ലാം അള്ളാഹുവിന് വേണ്ടിയുണ്ട്. അള്ളാഹുവിന് വേണ്ടി എല്ലാം ചെയ്യും. അള്ളാഹുവിന്റെ സഹായം കൊണ്ട് നിൽക്കുന്നു, അള്ളാഹുവിന്റെ സഹായം കൊണ്ട് സംസാരിക്കുന്നു. ഇങ്ങനെ ഇലാഖിരി കലാമിഹി, അങ്ങനെ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ നൂരി തങ്ങള് നല്ല തസവുഫിന്റെ കലാമുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത്, ആത്മീയ ചിന്തകൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ഫബക്കൽ ഖാദി, ഭരണാധിപന്റെ കീഴിലുള്ള ശമ്പളക്കാരനായ ഖാദി കരഞ്ഞുപോയി. വഅർസല യഖുൽ ഖലീഫ, അങ്ങനെ ഖലീഫയോട് ഖാദി വിവരം നൽകുകയാണ്. ഇൻകാന ഹഉലായി സനാദിഖ, ഇത്തരം ആളുകൾ കുഫറിന്റെ ആൾക്കാരായിരുന്നുവെങ്കിൽ, പഴച്ച വിശ്വാസക്കാരായിരുന്നുവെങ്കിൽ, ഫമാലാ വജ്ഹിൽ അർളി മുസ്ലിമുൻ, ഇവരെ കഴിച്ചാൽ യഥാർത്ഥ ഒരു മുസ്ലിം ഇവിടെയില്ല ഭൂമിലോകത്ത് എന്നൊരു വിവരണം ഖാദിയാർ നൽകി. ഫഖല്ല സബീലഹും, അവരെ വഴി എന്താക്കി, അയച്ചുവിട്ടു. പോയിക്കോട്ടെ, അവർ കൊല്ലേണ്ടതില്ല, അവർ ജീവിക്കട്ടെ. റഹിമഹുമുല്ലാഹ്, അല്ലാഹു തആല അത്തരം മഹാന്മാർക്ക് കരുണ ചെയ്യട്ടെ. വനഫഅനാ ബിഹിം, അവരെ കൊണ്ട് അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഇത്രയും കഥകളൊക്കെ വിശദീകരിച്ചത് എന്തിനാണെന്നറിയോ? ഇന്ന് ലോകത്ത് ഒരുപാട് സൂഫിയെ കുറിച്ച് പല കള്ളക്കഥകൾ പറയുന്നുണ്ട്. കള്ള സൂഫിയെ കുറിച്ചല്ല ഈ പറയുന്നത്, യഥാർത്ഥ സൂഫികൾ. ആ യഥാർത്ഥ സൂഫിയുടെ കുറ്റം പറയാൻ പറ്റുകയില്ല. അത് പറഞ്ഞാൽ അപകടം ചെയ്യും. കൊല്ലാൻ വരെ തൂക്കേറ്റാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്ത് അവിടുന്ന് കഴിച്ചിലാവും. കാരണം അവരുടെയൊക്കെ ആത്മീയ ചിന്തകൾ അള്ളാഹുവിലേക്ക് അടുത്തു, അള്ളയിൽ ലയിച്ചു. ഇവരാണ് സൂഫിയാക്കള്. കള്ളത്തൊരീക്കത്തുകാരും കള്ള സൂഫിയെ കുറിച്ച് നമുക്ക് പറയാനില്ല. അവർക്കിതൊന്നും ബാധകമല്ല. ഇതുപോലെ അഭിനയിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു യഥാർത്ഥ വഴിയിലൂടെ സഞ്ചരിക്കുവാനും അവരെ കുറിച്ച് മനസ്സിലാക്കുവാനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ സൂഫിയകളെ കൂട്ടത്തിൽ കൊന്നത് ആരെയാണ്? സുമ്മ ഖുത്തിലബിന് സൂഫിയത്തി, സൂഫിയകളെ കൂട്ടത്തിൽ വെച്ച് കൊല്ലപ്പെട്ട ആള് അൽ ഹുസൈൻ ഹല്ലാജ്. ഹുസൈൻ ഹല്ലാജി എന്ന് പറയുന്ന ഒരാളായിരുന്നു. ഈ ഹല്ലാജിനെ കൊല്ലുന്ന കാലഘട്ടത്തിൽ മൊഹീദ്ദീൻ ശൈഖ് തങ്ങൾ ഉണ്ടെങ്കിൽ അന്ന് കൊല്ലാൻ കഴിയില്ല എന്നാ. കാരണം ഹല്ലാജ് പറഞ്ഞ വാക്ക് എന്താണെന്ന് ബഹുമാനപ്പെട്ട മൊഹീദ്ദീൻ ശൈഖ് തങ്ങൾക്കറിയാം. പിന്നെ കർമ്മപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഫിഖ്ഹിന്റെ നിയമം നടപ്പാക്കുകയാണ് ചെയ്തത് പണ്ഡിതന്മാര്. അതിന് പണ്ഡിതന്മാർക്ക് കുറ്റമൊന്നുമില്ല. കാരണം അനല്ലാ എന്ന് പറയുമ്പോൾ അത് കുഫിര്യത്തിന്റെ വാക്കാണ്. ഫിഖ്ഹിന്റെ കാഴ്ചപ്പാട് തെറ്റാണ്, അതുകൊണ്ട് കൊന്നതാണ്. അപ്പൊ അത്തരം ഒരു ആശയം പറഞ്ഞെങ്കിലും അതിന്റെ ആശയം തിരിഞ്ഞവരാണ് മഹാനവറുകൾക്ക് ശേഷം വന്ന ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങള്. ആ മുഹിയുദ്ദീന്മാരെ നമുക്ക് കാണാലോ. ഹല്ലാജ കൊല്ലുന്നു ഞാനുണ്ടെങ്കിൽ അവരെ കൈപിടിപ്പാൻ ഞാനെന്നോവേർന്നല്ലേ. അതാണ് മഹാനവറുകൾ. അപ്പൊ അത്തരം ആളുകൾക്ക് അപ്പൊ മഹാൻ സൂഫി തന്നെയാണ്. അതുകൊണ്ടാണ് ജമ്മിൽ പറയുന്നത് സൂഫിയാക്കളിൽ കൊല്ലപ്പെട്ട ഒരു മഹാൻ ഹല്ലാജ് എന്ന് പറയുന്ന ഹുസൈൻ ഹല്ലാജ് എന്നവരാ. കൊന്നത് എന്നാ സനത്തി തിസയും മിൻ ഖലീഫത്തിൽ മദ്കൂർ, ഈ പറയപ്പെട്ട ഖലീഫ. ആ ഖലീഫ ആരാണ്? അബുൽ ഫദ്ൽ ജാഫർ അൽ മുഖ്തദിർ എന്ന് പറയുന്ന ആളാ. അദ്ദേഹത്തിന്റെ ഭരണകാലത്തിലെ 309 കൊല്ലത്തിലാണ് ഈ പറയപ്പെട്ട സൂഫിയുടെ കൊല്ലപ്പെട്ടത്. അപ്പൊ സൂഫിയുടെ വഴി ഇങ്ങനെയാണ്. അവിടെ നേതാവാണ് നമ്മൾ എണ്ണിപ്പോന്ന ജുനൈദ് റളിയല്ലാഹു അൻഹു. വിശ്വാസ സരണിയിൽ അഖീദയായ ഒരു കാര്യത്തിൽ വിവരമില്ല, ഒരു കാര്യത്തെക്കുറിച്ച് അത്തരം ഒരു കാര്യം എന്താവുകയില്ല, ബുദ്ധിമുട്ടാക്കുകയില്ല. ബിഖിലാഫി മാ ഖബലു, ഇതിന്റെ മുമ്പ് പറഞ്ഞ എല്ലാ വിഷയത്തെ തൊട്ട് ഇതിന്റെ മുമ്പ് പറഞ്ഞ എല്ലാ വിഷയം അറിയണം. അത് കഴിച്ച് നമ്മൾ ശേഷം പറയാൻ പോകുന്ന വിഷയമാണ്. അത്തരം വിഷയങ്ങളിൽ വിവരമില്ല. അങ്ങനെ വിവരമില്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല. അങ്ങനെ ബുദ്ധിമുട്ടാവാത്ത കാര്യത്തിൽ പെട്ടതാണ് ഫിൽ ജുംലത്തി, മൊത്തത്തിൽ. അതുപോലെ തന്നെ തമ്പോ മാരിഫത്തു ഫീഹ, അത്തരം വിശ്വാസമായ കാര്യങ്ങളെ കുറിച്ച് ആ വിശ്വാസ അഖീദയിൽ
ആ കാര്യം അറിയൽ ഉപകാരവുമാണ്. ആ ഉപകാരമുള്ളതായ കാര്യവുമാണ്. എന്നാ വിവരമില്ലായ്മ ബുദ്ധിമുട്ടുമില്ല. മാ യുദ്ക്കറു ഇല ഖാത്തിമ, പറയപ്പെടുന്ന ഒരു കാര്യം ഖാത്തിമ വരെ ഇനി പറയപ്പെടാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇത്തരം ഒരു വിശ്വാസകാര്യങ്ങളിൽ അറിയൽ ഉപകാരമുള്ളതും അതോടൊപ്പം തന്നെ അറിഞ്ഞില്ലെങ്കിൽ എന്താവൂല, ഉപകാരം ബുദ്ധിമുട്ടില്ല. അങ്ങനത്തതിൽ പെട്ടതാണ്. അത് അൽ അസഹു, അസഹായ അഭിപ്രായമാകുന്നത്. അല്ലതി അങ്ങനത്തെ അസഖ് അത് ഖൗൽ അസ്അരി സംഘത്തിന്റെയും അതല്ലാത്തവരുടെ വാക്കാണ്. എന്താണ് ആ വാക്ക് അസ്ഹായി പറയുന്നത്? അന്ന വുജൂദ ശൈഇൽ ഖാരിജി, ഖാരിജിൽ പ്രത്യക്ഷത്തിൽ ഒരു വസ്തുവിന്റെ വുജൂദ് വാജിബങ്കാന, ആ വസ്തു ഉണ്ടാവൽ നിർബന്ധമായതാവട്ടെ വുജൂദ്, അല്ലാഹു തആല അള്ളയാണ് ഉണ്ടാവൽ വാജിബ്, അങ്ങനത്തതാവട്ടെ ഔ മുംകിനൻ, അല്ലെങ്കിൽ ഉണ്ടാവൽ വാജിബല്ല, ഇംകാനേ ഉള്ളു, ജായിസ ഓവൽ ഖൽഖ്, അള്ളാഹു അല്ലാത്ത മറ്റെല്ലാ സൃഷ്ടിജാലങ്ങളും. ഇങ്ങനെ മുംകിനായാലും വേണ്ടില്ല, വാജിബായാലും വേണ്ടില്ല, ഖാരിജിൽ അങ്ങനെ ഒരു വസ്തു ഉണ്ടാവുക എന്ന് പറഞ്ഞത് ഐനുഹു, അത് അതിന്റെ ഐന് തന്നെയാണ് എന്ന അസഖ്. അത് അറിഞ്ഞിട്ടില്ല എങ്കിൽ കുഴപ്പവുമില്ല, അറിയൽ ഉപകാരമുള്ളതുമാണ്. അങ്ങനെപ്പെട്ടതാണ് ഐനെന്ന് പറഞ്ഞാൽ ഐ ലൈസ ഇതൻ അലി, ആ ഐൻ തന്നെ അല്ലാതെ അതിനേക്കാൾ കൂടുതൽ ഒന്നുമില്ല എന്നതാണ്. അപ്പൊ അള്ള ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ള തന്നെയാ, ഹൽക്കുണ്ടെന്ന് പറഞ്ഞാൽ ഹൽക്ക് തന്നെയാ, അത് അതിന്റെ ഐന് തന്നെയാണ് ഇവിടെ വജൂദുള്ളത്. കാലക സീറുമിന്ന അയൽ മുതകല്ലിമീന, വിശ്വാസ ശാസ്ത്രത്തിൽ സംസാരിക്കുന്ന ആളുകൾ, അതാണ് നമ്മൾ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് അധികം ആളുകളും പറയുന്നു വയറുകൂത്ത ഐനല്ല ഇവിടെ, സായിദുൻ അലിഹി, അതിനേക്കാൾ കൂടുതലുള്ള ഒന്നാണ് ഇവിടെ വജൂദുള്ളത്, ഐനല്ല. അതെങ്ങനെ ചോദിച്ചാൽ യഖൂമൽ വജൂദു ബിശൈഇ, ഒരു വസ്തു കൊണ്ടാണ് ആ വജൂദ് നിൽക്കുന്നത്. മിൻ ഹൈസു ഹുവ, ആ വസ്തുവാണ് എന്ന നിലപാടിലൂടെ. മിൻ ഗൈരി ഇഅ്തിബാരി വുജൂദി വൽ അദമി, ഉണ്ട് ഇല്ല, വുജൂദ് ഉണ്ട് വൽ അദമി ഇല്ല, ഉണ്ട് ഇല്ല എന്ന ഒരു പരിഗണന കൂടാതെ ആ വസ്തുവാണെന്ന ഐത്യത്തിൽ കൂടെ തന്നെ ആ ഒരു വസ്തു കൊണ്ടാണ് ഇവിടെ വുജൂദ് ഉണ്ടായത്. അപ്പൊ അതിനേക്കാൾ ഇതായതാണോ? ഇങ്ങനെയാണ് ഇവിടുത്തെ വുജൂദ് എന്ന് അധികം ആൾക്കാരും പറയുന്നു. വഇല്ലം യഖില്ല അൻഹുമ, വുജൂദ് അദ്മ് ഇത് രണ്ടിനെ തൊട്ടത് ഒഴിവാകുന്നില്ല എങ്കിലും അതിവിടെ പരിഗണിക്കുന്നേ ഇല്ല. ആ നിലപാടിലുള്ള ഒരു വസ്തു കൊണ്ടുള്ള വുജൂദ് നിൽക്കുന്നു എന്നതാണ് സായിദ്. ഇത്തരം സായിദയാണ് ഐനല്ല. വഅശാറ ബിഖൗലിഹി മിന്ന, മിന്ന എന്ന മുസന്നിഫ് പറഞ്ഞ ആ വാക്കുകൊണ്ട് മുസന്നിഫ് ചൂണ്ടുന്നത് ഇലാ ഖൗൽ ഹുകമാ, ശാസ്ത്രജ്ഞന്മാരുടെ വാക്കിലേക്കാണ്. എന്താ പോലെ വാക്ക്? ഇന്നഹു, ഈ വുജൂദ് ഷൈഇ ഐനുഹു, അത് ഐനാണ്, ഫിൽ വാജിബി, അള്ളാഹുവിനെ സംബന്ധിച്ചത് ഐനാണ്. വൈറൂബിൽ മുംകിനി, വുജൂദിന്റെ കാര്യം ഐനല്ല. അപ്പൊ ഐനല്ലാത്ത വുജൂദാണ് ഫിൽ മുംകിനി, വാജിബല്ലാത്തതിൽ. ഇങ്ങനെ ഒരു വാക്ക് ഉക്കവാക്കന്മാർ തത്വചിന്തകന്മാർ പറഞ്ഞിട്ടുണ്ട്. അവരുടെ വാക്കിലേക്ക് ചൂണ്ടാനാണ് മിന്ന എന്ന് മിനൽ മുത്തക്കല്ലിമിനടുത്ത് പറഞ്ഞത്. ഇങ്ങനെ ഒരു അഭിപ്രായം അവിടെ ഉണ്ട്. ആവട്ടെ അസഖ് പ്രകാരം ഐനാണ് വെക്കുക, ഒരു വുജൂദ് ഷൈഇ ഐനാണെന്ന് വെച്ചാൽ ഫഅലൽ അസഖി, ആ അഭിപ്രായ പ്രകാരം അൽ മഅദൂമു, മഅദൂം എന്ന് പറഞ്ഞാൽ അൽ മുംകിൻ വുജൂദി, ഉണ്ടാവൽ വുജൂബല്ല, ഉണ്ടായേക്കാം, ഇങ്ങനെയാണ്, ജായിസാണ്. അങ്ങനത്തെ മഅദൂം ലൈസ ഫിൽ ഖാരിജ് ബിശൈഇ വലാ ദാത്ത് വലാ സാബിത്ത്, അതാണ് മഅദൂം. ഈ മഅദൂം എന്ന് പറഞ്ഞാൽ ഉണ്ടാവാൻ പറ്റുന്നത് എന്നർത്ഥം. അങ്ങനത്തെ ഒരു വസ്തു ഖാരിജിൽ ഒന്നുമല്ല, ദാത്തുമല്ല, ഷൈഉമല്ല, സാബിത്തുമല്ല എന്ന് പറഞ്ഞതിൽ അർത്ഥം എന്തായി? ലാ ഹഖീഖത്ത ലഹു ഫിൽ ഖാരിജി, മഅദൂമായതിന് ഖാരിജിൽ ഒന്നും ഒരു ഹഖീഖത്തേ ഇല്ല. പിന്നെന്താ? വഇന്നമാ യതഹഖഖു ബിവുജൂദി ഫീഹി, ഖാരിജിൽ ആ മഅദൂമായത് ഉണ്ടായതുകൊണ്ട് തഹഖുഖുണ്ട്, ഉണ്ട്. അപ്പൊ തഹഖുഖ്, അപ്പൊ മനുഷ്യന്മാരുണ്ട്, ഹഖീഖത്തില്ല. കാരണം നമുക്ക് മഅദൂമല്ലേ, നമ്മളൊക്കെ മഅദൂമാപ്പോ ഉണ്ടാവൽ ജായിസല്ലേ. അപ്പോൾ നമ്മൾ ഉണ്ട് എന്നുള്ളത് എന്തുകൊണ്ടാണ്? ആ വുജൂദ് കൊണ്ട് നമ്മൾ കാണുന്നുണ്ട്, അതുകൊണ്ട് തഹഖുഖായി. അല്ലാതെ അതൊരു ഷൈആണോ ദാത്താണോ സാബിത്താണോ എന്ന് പറയാൻ പറ്റില്ല, ഹഖീഖത്തില്ല. വകദാ, ഇതേ പ്രകാരം തന്നെയാണ് അലൽ ആഖർ, ആഖറിന്റെ മേലിൽ, മറ്റൊന്നിന്റെ മേലിൽ എന്താക്കി തരിയും, അവരുടെ അടുക്കൽ, അവരുടെ നിന്ന് അധികം ആൾക്കാരും അടുക്കൽ
ഇതുപോലെ തന്നെയാണ് ആഖറിന്റെ മേലിൽ എന്ന് പറഞ്ഞാല് ഐ അക്സർ ഖായിലീന ബിഹി മറ്റേത് കൊണ്ട് പറയുന്ന ആളുകള് അഥവാ വുജൂദുൽ മഅദൂമല്ലേ ഇവിടെ പറഞ്ഞത് മഅദൂമല്ല പിന്നെന്താണ് ഐനാണ് എന്ന് വെക്കുക. അപ്പൊ അസഖ് പ്രകാരം ഐന എന്ന് പറയുമ്പോൾ അസഖ് അപ്പൊ ഇവിടെ ഷെയ്ആണ് ദാത്താണ് സാബിത്താണെന്ന് പറയും. ഇങ്ങനെ പറയുന്ന അധികം ആൾക്കാരെടുക്കലും അതാണ് അധികം ആൾക്കാരും പറയുന്നത്. അതുകൊണ്ടാണ് ആഖർ കൊണ്ടാണ്. അസഖ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെതിരിൽ കസീർ പറയുന്നത് ഇങ്ങനെയാ, അവിടെ ഷെയ്ഉം ദാത്തും സാബിത്തൊക്കെ ഉണ്ട് എന്ന് പറയാം. വദഹബ കസീറും മിൻഹും ഈ പറയുന്ന ആൾക്കാരിൽ നിന്ന് അധിക ആളുകളും പോയത്. അതായത് ഓഹും ആരാണ് അധിക ആളുകൾ? ത്വായിബത്തുമിനൽ മുഅ്തസിലത്തി പുത്തനാശയക്കാരായ ബിദ്അത്തിന് തുടക്കം കുറിച്ച മുഅ്തസിലത്ത് അവരിൽ നിന്നൊരു വിഭാഗമാണ് ആ കസീർ. അവര് പറയുന്നത് പോയത് ഇലാ അന്നഹു ഈ മഅദൂമ് അന്നഹു ഷൈഉൻ അതൊരു ഷൈഖ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ആ ഹഖീഖത്തും മുതഖററത്തുൻ ഉറച്ചതായ ഒരു ഹഖീഖത്ത് തന്നെയാണ്. നിങ്ങൾ പറയുന്നത് പോലെ ഷൈഉം ദാത്തും സാബിത്തൊന്നും അല്ലാന്ന് പറയാൻ പറ്റില്ല. വല്ലസഖു ഇനി ബലപ്പെട്ട അഭിപ്രായം ഇതൊന്നും നമുക്ക് അറിയൽ ഉപകാരമുണ്ട്, അറിഞ്ഞതിൽ ബുദ്ധിമുട്ടില്ല. അതാണ് വിശദീകരിക്കുന്നത്. അന്നൽ ഇസ്മ നിശ്ചയമായിട്ടും നാമം ഹീനൽ അത് ഐനുൽ മുസമ്മ നമ്മൾ പേര് വിളിക്കുന്നതിന് ആ പേര് ആ മുസമ്മക്കുള്ള ഐന് തന്നെയാണ്, അല്ലാതെ മുസമ്മയെ തൊട്ട് പുറത്തു പോയതല്ല. ഓരോരുത്തർക്കും ഓരോ പേരുണ്ട്, അതാ മുസമ്മന്റെ ഐന എന്ന് വെക്കാം. വക്കീല അസഖിനെതിരുള്ള കീല പറയുന്നത് വയറുകു ഐനല്ല. ഏതുപോലെ കമാഹുവൽ മുത്തബാദിറു നമുക്ക് മനസ്സിലേക്ക് ഉളരി ഓടിയെത്തുന്നത് അങ്ങനെയാണല്ലോ, ഐനല്ല എന്നല്ലേ. അവർ ഉദാഹരണം ലഫ്ദുന്നാർ തീ എന്ന് പറയുന്ന പദം മസലൻ ഉദാഹരണമായി പറയാ വൈറുഹ അത് മറ്റൊന്നാണ്. നാറ് എന്ന് പറയുമ്പോൾ നാറിന്റെ ദാത്തല്ല, അത് മറ്റൊന്നാണ്. നാറ് പേരല്ലേ. ബിലാശക്കിൻ യാതൊരു സംശയകാരത്തിലല്ലോ. ഇവിടെ നാറ് എന്ന് പറയുന്നു, നാറ് എന്ന് പറയുന്നത് പേരാണ്. ആ പേര് നാറിന്റെ ദാത്തല്ലല്ലോ, മറ്റൊന്നല്ലേ. വൽ മുറാദു ബിൽ അവ്വലി അൽ മങ്കൂലി ഉദ്ദേശിക്കപ്പെടുന്നത് ബിൽ അവ്വലി ആദ്യത്തത് കൊണ്ട് ഐനാന്നല്ലേ പറഞ്ഞു, ആദ്യത്തത് കൊണ്ട് അൽ മങ്കൂലി അൽ അശ്അരിയെ അശ്അരിയാക്കളെ തൊട്ട് നക്കൽ ചെയ്യപ്പെട്ടതായ നക്കൽ ചെയ്യപ്പെട്ടതാണ് ആദ്യത്തത്. അങ്ങനത്തെ ഈ ആദ്യത്തോട് ഉദ്ദേശിക്കപ്പെടുന്നത് ഫി ഇസ്മില്ല അള്ളാഹുവിന്റെ നാമത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത് അന്ന മദുലൂലഹു നിശ്ചയമായിട്ടും ആ ഇസ്മിന്റെ മദുലൂല് അദാത്തു ദാത്താണ്. മിനഹിയ ദാത്ത് ദാത്താണെന്ന പരിഗണന വെച്ചുകൊണ്ട് തന്നെ അതിന്റെ മദുൽ ദാത്താണ്. ഇസ്മ ഐനാന്ന് വെക്കുമ്പോ അങ്ങനെയാ. അള്ളാഹു ബി ഖിലാഫി ഗൈരിഹി അള്ളാഹു അല്ലാത്ത മറ്റു സൃഷ്ടിജാലങ്ങൾ അള്ളാഹുവിന്റെ ഖാലിഖല്ലേ, അള്ളാഹ് അല്ലാത്തതിനെതിരുകൊണ്ട്. ഉദാഹരണം കൽ ആലിമി ആലിം ഒരു പണ്ഡിതൻ എന്ന് പറയാ. അപ്പൊ മദുലൂലു ആലിമിന്റെ മദുലൂല് അദാത്തു ദാത്ത് തന്നെയാണ്. പക്ഷെ ആ ദാത്ത് കൊണ്ട് പരിഗണിക്കുന്നത് ഇത്തിബാരി സിഫത്ത് ഇൽമി എന്ന് പറയുന്ന ഒരു സിഫത്ത് അവിടെയുണ്ട്, ആ ഒരു പരിഗണന വെച്ചുള്ള ദാത്താണ്. അപ്പൊ ആലിമാണെന്ന് പറയുമ്പോൾ അത് നാമമാണ്. ആ ആലിം എന്ന് പറയുന്ന നാമത്തിന്റെ മധുര ദാത്താണ്. പക്ഷേ ദാത്ത് എന്ന നിലപാടിലല്ല, ഇൽമി എന്ന സിഫത്ത് വെച്ചിട്ടാണ് ദാത്ത് ഉദ്ദേശിക്കുന്നത്. കമാ കാല അശ്അരിയാക്കൾ പറഞ്ഞതുപോലെ എന്ത് ലാ യുഫ്ഹമു മിൻ ഇസ്മില്ല അള്ളാഹുവിന്റെ പേരിൽ സിവാഹു അള്ളയല്ലാതെ മറ്റൊന്ന് മനസ്സിലാക്കപ്പെടാൻ കഴിയില്ലല്ലോ. ബിഖിലാഫി ഗൈരി അള്ളാഹു അല്ലാത്തതിനെ തൊട്ട് എതിരായിട്ട്. അതെന്തിനാലാണ്? മിനസ്സിഫാത്തി സിഫത്തുകളാൽ. ഫയുഫ്ഹമു മിൻഹ അപ്പൊ അവിടെ ആ സിഫത്തിൽ നിന്ന് മനസ്സിലാക്കപ്പെടുക സിയാദത്തുൻ അല ദാത്തി ദാത്തിനേക്കാൾ കൂടുതൽ ഉള്ളതാണ് ആ സിഫത്ത് തിരിയ. മിൻ ഇൽമി വഗൈരി അറിവ്, വെളുപ്പ്, കറുപ്പ്, മുതലാളി എന്നൊക്കെ പറയില്ലേ, ഇത്തരം വിശേഷണം അതിലുണ്ടാവും. അതിനാലാണ് ആ ദാത്തിനെ അറിയാൻ കഴിയുകയുള്ളൂ. അള്ളാഹ് എന്ന നാമത്തിൽ അള്ളാഹിനെ തന്നെ അറിയുള്ളൂ, അവിടെ സിഫത്തും ഭാവം നോക്കാനില്ല. വല്ലസഹു ബലപ്പെട്ട അഭിപ്രായം അന്ന അസ്മാ അല്ലാഹി തആല അള്ളാഹുവിന്റെ നാമങ്ങള് തൗഖീഫത്തുൻ തൗഖീഫിയാണ്. അത് അള്ളാഹു തആല അങ്ങനെ തന്നെ നിശ്ചയിച്ചെന്നതാണ്, ഒരാൾട്ടതല്ല. ഐ ലാ യുത്ലഖു അലൈഹി അള്ളാഹുവിന്റെ മേൽ പറയപ്പെടൂല ഇസ്മുൽ നാമത്തെയും ഇല്ലാ ബിത്തൗഖീഫി മിനശ് ശറഇ ശറഇൽ നിന്ന് എന്താണോ കിട്ടിയത് അങ്ങനെ തന്നെ പറയാവൂ, വേറെ നമ്മൾ ആരുട്ടതല്ല.
വഖാലത്തുൽ മുഅ്തസിലത്തു മുത്തനാശയക്കാർ പറയുന്നു യജൂദു ജായിസാകും അൻ തുത്ലഖ അലൈഹിൽ അസ്മാഉൽ ലാ യഖും അയനാഹ ബിഹി, പറയാൻ പറ്റും ചില നാമങ്ങള്. എങ്ങനത്തെ നാമങ്ങള്? അല്ലാ യഖും അയനാഹ, അതിന്റെ അർത്ഥങ്ങൾ യോജിച്ചു വരുന്നു. ബിഹി, അള്ളാഹുവിനോട് യോജിച്ചു വരും. അങ്ങനെ അള്ളാഹുവിനോട് യോജിച്ചു വരാൻ പറ്റുന്ന ചില നാമങ്ങൾ അള്ളാഹിന്റെ മേൽ പറയപ്പെടാൻ പറ്റുമെന്നാണ് മുഅ്തസിലത്ത് പറയുന്നത്. വഇല്ലം യരിദ് ബിഹി ശർഉ, അത്തരം നാമങ്ങളുമായി ശർഅ് വന്നിട്ടില്ല എങ്കിലും പറ്റും എന്ന് മുഅ്തസിലത്ത്. നമ്മൾ പറയുക ശർഇൽ അങ്ങനെ നാമങ്ങൾ വന്നു, ആ നാമം അള്ളാഹ് കിട്ടും, ഇത്രേ നമ്മൾ പറയുള്ളൂ. വമാല ഇലാ ദാലിക, ഈ പറഞ്ഞതിലേക്ക് ചാഞ്ഞിട്ടുണ്ട്. അൽ ഖാദി അബൂബക്കർ അൽ ബാഖില്ലാനി എന്നവർ ഈ അഭിപ്രായത്തേക്ക് ചാഞ്ഞിട്ടുണ്ട്. ഓൽക്ക് അങ്ങനെ തോന്നും, അപ്പൊ പറ്റും. ഇനി വല്ലസഹു, ബലപ്പെട്ട അഭിപ്രായം, അന്നൽ മർആ, നിശ്ചയമായിട്ടും ഒരു മനുഷ്യൻ, യഖൂലു, അവൻ പറയുന്നു, അന മുഅ്മിൻ ഇൻഷാ അല്ലാഹ്, ഞാൻ അല്ലാഹ് ഉദ്ദേശിച്ചാൽ മുഅ്മിനാണെന്ന് പറയും. അതായത് യജൂദു ലഹു, അവന് പറ്റും അങ്ങനെ പറയാൻ. അയഖൂല ദാലിക ഇൻഷാ അന മുഅ്മിൻ ഇൻഷാ അല്ലാഹ് എന്ന് പറയാം. അൽ മുസ്തമിൽ അല തഅലീഖി, ഇൻഷാ അല്ലാഹ് എന്നതിനോട് തഅലീഖാക്കി ചുറ്റി വന്നതായി പദം പറയാൻ പറ്റും എന്നുള്ളതാണ് അസഹ്. ബൽ, പിന്നെയോ യുഅസ്സിറു, ആ പദം അവൻ ഉറപ്പിക്കും. അൽ ജസ്മി, ഉറപ്പിന്റെ മേൽ ഫലം വരുത്തും. അങ്ങനെയാണ് ഞാൻ മുഅ്മിനാണ് ഇൻഷാ അല്ലാഹ്, അത് ഉറപ്പിന് വേണ്ടി പറയാം, അതൾക്ക് പറ്റുന്നു. കമാ റുവിയ അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അങ്ങനെ നിവേദനം ചെയ്തിട്ടുണ്ട്, അങ്ങനെ പറയാൻ പറ്റും. പക്ഷേ ഖൗഫൻ മിൻ സൂഇൽ ഖാത്തിമ, അവസാനം ചീത്തയാവലിനെ തൊട്ട് ഭയന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അവർ പേടിയുണ്ടായത് കൊണ്ട് പറയാണ്. അൽ മജ്ഹൂലത്തി, തിരിയൂല. ഓവൽ മൗത്തുൽ കുഫർ, സത്യനിഷേധത്തിന്റെ മേലാണ് ആ മരണം എന്നുള്ള തിരിയൂല. അങ്ങനെ തിരിയാത്തതിന്റെ പേരിൽ പേടിച്ചിട്ട് പറയാണ് അന മുഅ്മിൻ ഇൻഷാ അല്ലാഹ് എന്ന്. അങ്ങനെ വൽ ഇയാദു ബില്ലാഹ്, അല്ലാഹുവിനെ കോടാണ് അഭയം. തആല മിൻ ദാലിക, അല്ലാഹു തആല അതിനെ തൊട്ടൊക്കെ എന്താ മേലെയായിട്ടുണ്ട്. അൽ മുഹ്ബിത്തി ലിമാ ഖബലഹു മിനൽ ഈമാൻ, അതിന്റെ മുമ്പുള്ളതായിരിക്കുന്ന ഒന്നുണ്ടല്ലോ, ആ ഒന്നെന്തിനാലാണ്? ഈമാനാണ്. ആ ഈമാനെ തൊട്ട് പൊളിച്ചു കളഞ്ഞ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത്തരം കാര്യങ്ങൾ തൊട്ടൊക്കെ പടച്ച റബ്ബിനോട് കാവൽ ചോദിക്കുകയാണ്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഉറപ്പ് കിട്ടുക എന്ന നിലപാടിൽ അവസാനം ഞാൻ എങ്ങനെയാവുന്നില്ല, പേടി കൊണ്ട് അന മുഅ്മിൻ ഇൻഷാ അല്ലാഹ് എന്ന് പറയാം. ലാ ശക്ക ഫീ ഹാലി, ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈമാനി, ഈമാന്റെ കാര്യത്തിൽ ഒരു സംശയമൊന്നുമില്ല, സംശയിച്ച് പറഞ്ഞതുമല്ല അത്. ഫഇന്നഹു ഫിൽ ഹാലി, അപ്പോൾ ആ സമയത്ത് മുത്തഹഖിഖുൻ ലഹു, അത് അവൻ ഉറപ്പാകുന്നു. ജാസിമുൻ, ഉറപ്പിച്ചുകൊണ്ടാണ് അവൻ പറയുന്നത്. ബിസ്തിമറാരി അലൈഹി ഇലൽ ഖാത്തിമല്ലത്തി യർജൂ സുനഹാ, ഇങ്ങനെ അവൻ പറയുമ്പോൾ എന്താണ് അവന്റെ ഉദ്ദേശം? മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടണം. അപ്പൊ അവസാനം നന്നാവന്നെ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഖാത്തിമ, ആ ഖാത്തിമയിൽ വരെ ഇതേ ഈമാന്റെ മേൽ നിലകൃതിയാവുക എന്നതുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് താഴ്ക്കുക്കായിക്കൊണ്ടാണ് ഈ അവസ്ഥ അവൻ പറയുന്നത്. സംശയമില്ല. ആ നിലപാടിനോടത് പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഇതേ നിലപാട് അവസാനം വരെ കിട്ടണം. അപ്പൊ വർക്കത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് പറഞ്ഞത് കുഴപ്പമില്ലല്ലോ, താഴ്ത്തി കിട്ടാൻ വേണ്ടി. എങ്കിലോ മന അബു ഹനീഫ വഗൈറുഹു, ഇമാം അബു ഹനീഫ തങ്ങളും അല്ലാത്തവരും മയ്യഖൂല ദാലിക, ഇങ്ങനെ പറയല്ലോ തടഞ്ഞിട്ടുണ്ട്, പറ്റൂല. എന്തിനാ ഒരു തടഞ്ഞതിൽ? ഈമാൻ, ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഈമാനിൽ ഈ സമയത്ത് അവന് സംശയമുണ്ടെന്ന് തോന്നിപ്പിക്കുന്നുണ്ട് അതിനെ. അപ്പൊ ഈമാൻ ഉണ്ടോ എന്ന സംശയത്തെ തോന്നിപ്പിക്കുന്ന വചനമായതുകൊണ്ട് പറ്റില്ല എന്ന് ഇമാം അബു ഹനീഫ തങ്ങളും മറ്റുള്ളവരും. നമ്മൾക്ക് അങ്ങനെയല്ല, ഇപ്പൊ ഈമാൻ ഉറപ്പാണ്. ഇതേ ഈമാൻ അവസാനം വരെ കിട്ടണം എന്ന് ഉറപ്പിച്ചു വെച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല എന്നാ പറയുന്നത്. അപ്പൊ ഇതൊക്കെ അറിയണം, അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വല്ലസഖു, ബലപ്പെട്ട അഭിപ്രായമാകുന്നത് അന്നമലാദൽ കാഫിരി, സത്യനിഷേധികളുടെ ഉത്സാഹങ്ങള്, രസങ്ങള്, ഐമ അലദഹുല്ലാഹു ബിമത്താഇ ദുനിയാ, ദുന്യാവിന്റെ സർവ്വസുഖങ്ങളും അള്ളാഹു അവന് നൽകി, അതാണ് മലാദ്. അങ്ങനത്തതായിരിക്കുന്ന മലാദുകളൊക്കെ എന്താണ്? അള്ളാഹു തആല സത്യനിഷേധിയായിട്ടും അവന് കൊടുക്കുന്നത് ഇസ്തിദ്റാജും മിനല്ലാഹി ലഹു, അത് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അവന് ചൂണ്ടിട്ട് കൊടുക്കുകയാണ്.
ഹൈസു യുലിദ്ദുഹു മാ ഇൽമിഹി ബിഇസ്റാരിഹി അൽ കുഫർ ഇലൽ മൗത്ത്, മരണം വരെ സത്യനിഷേധത്തിന്റെ മേൽ ഇങ്ങനെ നിലകൃതിയാവല് കൊണ്ട് അവൻ ഇങ്ങനെ അള്ളാഹുത്തല തോന്നിപ്പിച്ചു കൊടുക്കും. ഈ അറിവോടുകൂടെ തന്നെ ഇങ്ങനെ അള്ളാഹുത്തല അവനെ രസിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹ്ക്കറിയാം മരണം വരെ അവൻ കാഫറാണെന്ന്. അതേ നിലപാട് കൊണ്ട് തന്നെ അള്ളാഹുത്തല കറിഞ്ഞുകൊണ്ട് ഇവനെങ്ങനെ രസിപ്പിക്കുകയാണ്, അത് ചൂണ്ടിട്ട് പിടിക്കുകയാണ്. വഹിയ, അപ്പോൾ ഈ രസങ്ങൾ മുഴുവൻ നൽകുന്നത് നിഖ്മത്തുൻ അലൈഹി, അത് അവനുള്ളൊരു ശിക്ഷയാണ്. യസ്ദാദു ബിക അദാബുഹു, ഇങ്ങനെയുള്ളതായ അനുഗ്രഹം നൽകി അവനെ സുഖിപ്പിക്കുമ്പോൾ അതൊരു ശിക്ഷയാകുമ്പോൾ ഈ ശിക്ഷ കൊണ്ട് നാളാഖിറത്തിൽ ശിക്ഷ കൂടി കൂടി വരും. അതാണ് അള്ളാഹ് ഇവിടെ ചെയ്യുന്നത്, നമ്മൾ സംശയിക്കേണ്ടതില്ല. എങ്കിൽ ഇവിടെ മുഅ്തസിലത്ത് പറയുന്നു, വഖാലത്തുൽ മുഅ്തസിലത്ത് പറയുന്നു സുന്നത്ത് ജമാഅത്തിനെതിരായി, ഇന്നഹ, അല്ലാഹു തആല കാഫിറായ ഒരാൾക്ക് രസിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നിഅ്മത്തുൻ, അത് അനുഗ്രഹമാണ്. യതറത്തബു അലൈഹി ശുക്ർ, അതിന്റെ മേൽ നന്ദി പ്രകടനം എന്താ വരും, നന്ദിയോ അതിനോടുകൂടെ തുടർന്നു വരും. അങ്ങനത്തെ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് ഇതൊക്കെ എന്ന് മുഅ്തസിലത്ത്. വല്ലസഖു, ബലപ്പെട്ട അഭിപ്രായമാകുന്നത് അന്നൽ മുഷാർ ഇലൈഹി ബി അന എന്നതുകൊണ്ട് സൂചന നൽകപ്പെടുന്ന കാര്യം അൽ ഹൈക്കൽ മഖ്സൂസ്, അത് ഒരു പ്രത്യേകമായ ഹൈക്കലാണ്, കൂടാരമാണ്. അൽ മുസ്തമിലു അലൻ നഫ്സി, നഫ്സിന്റെ മേലിൽ എന്താണെന്നറിയാമോ, നഫ്സിന്റെ മേലിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കൂടാരമുണ്ട്, പ്രത്യേകമായ കൂടാരം. അതാണ് അന എന്നതുകൊണ്ട് സൂചന നൽകപ്പെടുന്നത്, മറ്റൊന്നുമല്ല. എന്നാൽ ഇവിടെ മുഅ്തസിലത്തും അല്ലാത്തവരുമായ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അത് നഫ്സ് തന്നെയാണ്. കാരണം അന്നകൽ മുദബ്ബിറത്തു, ആ ശരീരമല്ലേ നിയന്ത്രിക്കുന്നത്, അപ്പൊ നിയന്ത്രിക്കുന്ന ശരീരം തന്നെയാണ്, മറ്റൊന്നുമല്ല. ഇങ്ങനെയൊക്കെ അനകൊണ്ട് എന്തെല്ലാം ചർച്ചയാണല്ലേ ജമ്മ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മുടെ ഇൽമി വിശാലമാക്കട്ടെ, അറിവുകൾ അള്ളാഹു തആല വർദ്ധിപ്പിച്ച് തെരുമാറാവട്ടെ. വല്ലസഖു, ബലപ്പെട്ട അഭിപ്രായം അന്നൽ ജൗഹറ, ജൗഹർ നമ്മൾ പറയുമല്ലോ, ആ ജൗഹർ അൽ ഫർദ, ഒറ്റ ഫർദായി തനിച്ചു നിൽക്കുന്ന ജൗഹർ, വഹുവ, അത് അൽ ജുസ്, ഒരു ജുസ് ആണ്. അല്ലതി, എങ്ങനത്തെ ജുസ്, ലായതജസ്സ, അതെന്താവുകയില്ലെന്നറിയാം. ലായതജസ്സഉ, അത് അംശയിക്കാനേ പറ്റൂല. അങ്ങനത്തെ ഒരു ജുസ് ആയി നിൽക്കുന്ന ഒരൊറ്റ ഫർദാണ് ജൗഹർ. അത് സാബിത്തും ഫിൽ ഖാരിജി, അത് പ്രത്യക്ഷത്തിൽ സ്ഥിരപ്പെട്ടതാണ്. വഇല്ലം യുറ ആദത്തൻ, സാധാരണ അതിനെ കാണപ്പെട്ടിട്ടില്ല എങ്കിലും ഖാരിജിൽ അതിനുണ്ട്. ഇല്ലാ ബിൻളിമാമിഹി ലാ ഗൈരി, അതിനെ കാണണമെങ്കിൽ മറ്റൊന്നിലേക്ക് ചേർക്കണേന്, അപ്പോഴേ കാണുകയുള്ളൂ. അതുകൊണ്ടാണ് കാണാത്തത്. എന്നിരുന്നാലും തനിച്ച് തന്നെ നിൽക്കുന്നതാണ് എന്ത്, ഒരു അംശയിക്കാൻ പറ്റാത്ത ഒരു ജുസ് ആയി നിൽക്കുന്ന ഒന്നാണ് ജൗഹറ്. വനഫൽ ഹുക്കമാവുദാലിക്ക, തത്വചിന്തന്മാര് പറയുന്നത് അങ്ങനെയല്ല. ആ പറഞ്ഞതിനെ അവരെന്താക്കി, നബി ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ്, ഇനി നമുക്ക് മറ്റു പല കാര്യങ്ങളും ചർച്ച ചെയ്യാം, അത് നാളത്തെ ക്ലാസ്സിൽ. പിന്നൊന്ന് അറിയിക്കാനുള്ളത്, ഇന്നലത്തെ ക്ലാസ് മിസ്സായി പോവാൻ കാരണം അലസത കൊണ്ടല്ല. ഇന്നലെ യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ചു പോയി. വന്നു നോക്കുമ്പോ ഷറഹുറാത്തീബിന്റെ ക്ലാസ് കഴിഞ്ഞ് വേറൊരു ക്ലാസ് എടുക്കേണ്ടിണ്ടായി, ചെറിയൊരു ക്ലാസ്. അതുകൊണ്ട് കഴിഞ്ഞ് നോക്കുമ്പോ സമയം വഴുകുകയും അതോടൊപ്പം തന്നെ ക്ഷീണം കൂടുകയും ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് മിസ്സായത്. അതുകൊണ്ട് എന്റെ ശ്രോതാക്കളെ നിങ്ങൾ ക്ഷമിക്കുക. എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഇൽമുകൾ കൈകാര്യം ചെയ്യാനും കൂടുതൽ ഇൽമു വർദ്ധിക്കുവാനും അഖ്ല് വർദ്ധിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കേൾക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ നൂറായി നിൽക്കുന്ന, ജ്വലിച്ചു നിൽക്കുന്ന ഇൽമ് അത് അള്ളാഹു തന്നെ നൽകി അനുഗ്രഹിക്കട്ടെ എന്നൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. പ്രാർത്ഥിക്കണം എന്ന വസിയത്തോടുകൂടെ ഞാൻ ഈ ക്ലിപ്പ് നിങ്ങളിലേക്ക് വിടുകയാണ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.